ഇല്ലുമിനാറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആവേശം എന്ന സിനിമയിലെ സോങ് ആകാം, അല്ലെങ്കിൽ ലൂസിഫർ എന്ന സിനിമയാകാം. 2019 ലൂസിഫർ എന്ന സിനിമ റിലീസ് ചെയ്തതിനു ശേഷമാണ് ഇല്ലുമിനാറ്റിയെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ആരംഭിക്കുന്നത്. ഇല്ലുമിനാറ്റി ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നവരുണ്ട്. ഇല്ലുമിനാറ്റിയെ കുറിച്ചുള്ള വാർത്തകൾ 100% ശരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും ചില ശരികൾ ഇതിലുണ്ടാവാം. അപ്പോൾ എന്താണ് ഇല്ലുമിനാറ്റി? എമ്പുരാൻ മൂവിയുടെ ടൈറ്റിലിലും ട്രെയിലറിലും ഒളിഞ്ഞിരിക്കുന്ന ഇല്ലുമിനാറ്റി റെഫറൻസുകൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ നദീം. വെൽക്കം ടു 5C TV. ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത് ഒരു സീക്രട്ട് സൊസൈറ്റിയാണ്. എല്ലാ ലോക രാഷ്ട്രങ്ങളുടെയും ഗവൺമെന്റുകളെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. വളരെ പഴക്കം ചെന്ന സംഘടന ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പരിമിതമാണ്. ഇല്ലുമിനാറ്റിയെ കുറിച്ചുള്ള ചില കോൺസ്പിറസി തിയറികൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കുടുംബമാണ് റോത്സ്ചൈൽഡ് ഫാമിലി. ഈ റോത്സ്ചൈൽഡ് ഫാമിലിയാണ് ഇല്ലുമിനാറ്റിയുടെ സ്ഥാപകർ എന്ന് പറയപ്പെടുന്നത്. ലോകത്തിന്റെ സ്വത്തിന്റെ 80% ഇവരുടേതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ പ്രധാന ബിസിനസ് ബാങ്കിംഗ് ആണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്ക്, ന്യൂസ് മീഡിയ എല്ലാം ഇവരുടെ അധീനതയിലാണ്. ലോകത്തെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അതായത് ലോകം മുഴുവൻ ഒരു ഭാഷ, ഒരു നിയമം, ഒരു കറൻസി, അതായത് ലോകം അടക്കി ഭരിക്കുക. മതങ്ങളെ എല്ലാം ഇല്ലാതാക്കി മതങ്ങൾക്ക് വിപരീതമായി നിയമങ്ങൾ ഉണ്ടാക്കി ലോകം ഭരിക്കുക. ഒരു ത്രികോണത്തിനകത്ത് കണ്ണിന്റെ ചിത്രം കാണിക്കുന്ന ഒരു ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് ഐ ഓഫ് പ്രോവിഡൻസ്. ഇതാണ് ഇല്ലുമിനാറ്റിയുടെ ലോഗോ എന്ന് പറയപ്പെടുന്നത്. അമേരിക്കയുടെ $1 കറൻസിയിലും ഈ ലോഗോയുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൂസിഫർ എന്ന സിനിമയിൽ ഇല്ലുമിനാറ്റിയുടെ റെഫറൻസ് ഉണ്ടെന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു സിനിമ ഇറങ്ങിയതിന് ശേഷം. ഇല്ലുമിനാറ്റിയുടെ റെഫറൻസുകൾ ആ സിനിമയിലെ പല രംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കാറിന്റെ നമ്പർ 666 എന്നാണ്. ഈ 666 എന്ന നമ്പര് സാത്താന്റെ നമ്പരാണ്. ഇങ്ങനെ കുറെ റെഫറൻസുകൾ ലൂസിഫർ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എമ്പുരാനിലെ ഇല്ലുമിനാറ്റിയെ കുറിച്ചാണ്. ലൂസിഫർ എന്ന സിനിമയുടെ അവസാനം എബ്രാം ഖുറേഷിയുടെ മോതിരം കാണിക്കുന്നത് തല തിരിച്ചാണ്. അതിൽ ഒരു സിക്കാഡയുടെ ചിത്രം നമ്മൾക്ക് കാണാൻ കഴിയും. സിക്കാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീവീട്. എന്നാൽ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എബ്രാം ഖുറേഷി ഈ മോതിരം വലിച്ചെറിയുന്ന ഒരു ഷോട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ആ മോതിരത്തിൽ കാണിക്കുന്ന ചിത്രം ഈഗിൾ അല്ലെങ്കിൽ കഴുകന്റെ ആണ്. ഇനി ഇവിടെ എബ്രാം ഖുറേഷി ഈഗിൾ കണക്ഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശക്തി, സ്വാതന്ത്ര്യം, ഉയർന്ന ദർശനം എന്നിവയ്ക്കാണ് ഈഗിളിന്റെ ചിത്രം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ കഴുകന്റെ ചിറകുകളും ശക്തമായ നോട്ടവും ഒക്കെ ഇല്ലുമിനാറ്റിയുടെ ആധിപത്യം, നിരീക്ഷണം എന്നിവയൊക്കെയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. ഇനി നിങ്ങൾ L2 എമ്പുരാൻ എന്ന് പറയുന്ന ആ ടൈറ്റിൽ ശ്രദ്ധിച്ചു നോക്കുക. അവിടെ 2A ചുവന്ന നിറത്തിലാണ്, ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം സിൽവർ കളറിലാണ്. ഇവിടെ AA എന്ന് പറയുന്ന ഈ 2 അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് അർജന്റിയം ആസ്ട്രം എന്ന് പറയുന്ന ഒരു മാന്ത്രിക സംഘടനയാണ്. അലിസ്റ്റർ ക്രോളിയാണ് ഈ സംഘടന സ്ഥാപിച്ചത്. ഇദ്ദേഹം ഒരു നോവലിസ്റ്റും പോയറ്റും മജീഷ്യനും ഒക്കെയാണ്. അതുപോലെ തന്നെ ഒരു ദുർമന്ത്രവാദി കൂടിയായിരുന്നു. ഇനി ഇവിടെ അർജന്റിയം ആസ്ട്രം എന്ന് പറയുന്ന ഈ സംഘടനയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അർജന്റിയം ആസ്ട്രം എന്ന വാക്കിന്റെ അർത്ഥം സിൽവർ സ്റ്റാർ എന്നാണ്. മലയാളത്തിൽ പറഞ്ഞാൽ വെള്ളി നക്ഷത്രം. വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത്, അതായത് അവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിനോടൊപ്പം ദുർമന്ത്രവാദവും കൂടെ ചേർത്താണ് ഇവരുടെ ആചാരങ്ങൾ ചെയ്തിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് അക്ഷരങ്ങൾക്കിടയിൽ ഡോട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ഡോട്ടുകൾ വന്നു? അലിസ്റ്റർ ക്രോളിയുടെ അനുയായികൾ അവർ വാക്കുകൾ എഴുതിയിരുന്നപ്പോൾ അക്ഷരങ്ങൾക്കിടയിൽ ഡോട്ടുകൾ ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ടാവാം അവിടെ A എന്ന് വന്നത്. ഇനി ഇവിടെ L2 എഴുതിയേക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. എന്തുകൊണ്ട് അങ്ങനെ L2 എഴുതി? ഇവിടെ L2 എന്ന് എഴുതിയേക്കുന്ന അതേ രീതിയിലുള്ള ഒരു ലോഗോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് ഫ്രറ്റേണിറ്റി ഓഫ് സാറ്റേണി എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഒക്കൾട്ട് ഓർഗനൈസേഷന്റെ ലോഗോ ആണ്. ഇത് സ്ഥാപിതമായത് 1926-ലാണ്. ഇവരും ആസ്ട്രോളജിയും ബ്ലാക്ക് മാജിക്കും ഒക്കെ ചെയ്തിരുന്ന ഒരു ദുർമന്ത്രവാദ ഗ്രൂപ്പായിരുന്നു. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുക എന്നത് തന്നെയായിരുന്നു ഈ ഗ്രൂപ്പിന്റെയും ലക്ഷ്യം. പുറത്തുള്ള ആളുകൾ ഇവരെ വിശേഷിപ്പിക്കുന്നത് സാത്താന്റെ സഹോദരങ്ങൾ എന്നാണ്. ഇനി A ഒഴികെയുള്ള ബാക്കി അക്ഷരങ്ങളെല്ലാം സിൽവർ നിറത്തിലാണ്. ഇത് സൂചിപ്പിക്കുന്നത് എബ്രാം ഖുറൈഷി എന്ന് പറയുന്ന സിൽവർ സ്റ്റാറിനെ ആകാം.
ഇനി എബ്രാം ഖുറൈശി എന്ന പേരിന് ആധാരം ദ ബുക്ക് ഓഫ് എബ്രമാലിൻ ആകാം. അപ്പോൾ ഇതൊക്കെയാണ് എമ്പുരാന്റെ ടൈറ്റിലും അതുപോലെ തന്നെ അതിന്റെ ട്രെയിലറിലും നമുക്ക് കാണാൻ കഴിയുന്ന ചില റെഫറൻസുകൾ. ഇല്ലൂമിനാറ്റി പോലുള്ള നിഗൂഢത നിറഞ്ഞ വിഷയങ്ങളിലേക്ക് റിസർച്ച് ചെയ്തു പോകുന്ന രീതിയിലാണ് മുരളി ഗോപി ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. മുരളി ഗോപി എന്ന എഴുത്തുകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം.